Dear students, good morning all. We will discuss corporate accounting third module, accounts of life insurance companies. Accounts of life insurance companies. നമുക്കെല്ലാവർക്കും പരിചിതമുള്ള ഒരു ടേമാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഇൻഷുറൻസ്? Then what is life insurance? Then what is general insurance? What are the features of life insurance and what are the features of general insurance? Then how to prepare final accounts of life insurance companies? ഇപ്പോൾ ഒരു essay question പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. essay question അഥവാ വന്നിട്ടില്ലെങ്കിൽ 4 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ, അതായത് ഒരു ഷോർട്ട് എസ്സേ വരാനുള്ള 2 ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു സിലബസ് പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എന്ന് തന്നെ പറയാം, ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവരും കേട്ട് പരിചയമുള്ളതാണ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. എന്താണ് ഈ ഇൻഷുറൻസ്? എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്? ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാണോ അതിൻ്റെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാണോ എന്നുള്ളത്. അപ്പോൾ നോക്കാം, വാട്ട് ഈസ് ഇൻഷുറൻസ്? ഇൻഷുറൻസ് എന്താണ്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഇൻ ബിറ്റ്വീൻ 2 parties. Insurance is a contract in between 2 parties. Then what are the parties? Number 1, insurer. Number 2, insured. Insurance is a contract in between 2 parties, that is insurer and insured. Who is the insurer? Insurer is the insurance company. ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറർ എന്ന് പറയുക. അപ്പോൾ ആരാണ് ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് മീൻസ് എനി പേഴ്സൺ ഹൂ ഡിമാൻഡ് ഓർ ആക്സെപ്റ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഷുറൻസ്. ഏത് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസോ അല്ലെങ്കിൽ ഒരു യൂണിറ്റോ ഒരു ഫേമാണോ ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, അവരെ ആണ് ഇൻഷുർഡ് എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ പോയിട്ട്, അതായത് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് നമ്മൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ പോളിസി എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ പോളിസി എടുത്താൽ ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനിയാണ്, നമ്മൾ ഏത് കമ്പനിയിൽ പോയിട്ടാണോ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരാണ് ഇവിടുത്തെ ഇൻഷുറർ എന്ന് പറയുന്നത്. ഇവിടെ ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും ഇൻഷുർഡ് എന്ന് അറിയപ്പെടുന്നു. സോ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഇൻ ബിറ്റ്വീൻ 2 parties. That is insurer and insured. അപ്പോൾ എന്താണ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി ഓഫർ കൊടുക്കുന്നു, മറ്റൊരു പാർട്ടി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഓഫർ, ഇവിടെ ആരാണ് ഓഫർ പ്രൊവൈഡ് ചെയ്യുക? ഇൻഷ്യൂർഡ് ആണ് ഓഫർ കൊടുക്കുന്നത്. ഇൻഷ്യൂർഡ് ഓഫർ കൊടുക്കുന്നു, ഇൻഷുറർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലാതെ ഇൻഷുറൻസ് കമ്പനി ഓഫർ കൊടുത്തിട്ട് ഇൻഷുർഡ് ആക്സെപ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇൻഷുർഡ് ഓഫർ കൊടുത്തിട്ട് ഇൻഷുറൻസ് കമ്പനി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓഫറും ഉണ്ടാകുന്നുണ്ട്, ഒരു ആക്സെപ്റ്റൻസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറും വാലിഡ് ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസും ഉണ്ടായാൽ അതിനെ വാലിഡ് കോൺട്രാക്ട് എന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്? ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിനെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? ഇപ്പം ജനറലി ഇൻഷുറൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 categories. What are they? Number 1, life insurance and second one, general insurance. ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ ഇൻഷുറൻസിന് വിധേയമാക്കുമ്പോൾ ആ ഇൻഷുറൻസിനകത്ത് ഒരു സബ്ജക്റ്റ് മാറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡീല് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ വാട്ട് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് വാട്ട് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ജനറൽ ഇൻഷുറൻസ്? അപ്പോൾ ഈ നെയിമിൽ തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്നുള്ളത്. എന്തായിരിക്കും?
ലൈഫ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഒരു ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് പോളിസിയെ ആണ് എന്ത് പറയുക, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുക. അപ്പോൾ എന്തായിരിക്കും ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് ദ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫ് ഒഴികെയുള്ള ഒരു ഹ്യൂമൻ ബീയിങ്സ് ഡീല് ചെയ്യുന്ന ഇവന്റ് എന്തെല്ലാമാണോ അതെല്ലാം ഇൻഷുറൻസിന് വിധേയമാക്കും. ഇപ്പോൾ എക്സാമ്പിളിൽ നമ്മുടെ ഹൗസ്, ദെൻ നമ്മുടെ ബിസിനസ്, ദാറ്റ് മീൻസ് ബിൽഡിംഗ് ഓർ മെഷീനറി ഓർ വെഹിക്കിൾസ്, ഇതൊക്കെ എന്താണ് ഒരു ഹ്യൂമൻ ബീയിങ്സ് ഡീല് ചെയ്യുന്ന ഇവന്റ് ആണ്. ആ ഓരോ ഇവന്റും എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസിന് വിധേയമാക്കുമ്പോൾ അതിനെ ജനറൽ ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസിൽ ഒരു ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫാണ് ഇൻഷുറൻസിന് വിധേയമാക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു, അതുപോലെ ഇൻഷുറൻസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് ഒന്നും, രണ്ടാമത്തത് ജനറൽ ഇൻഷുറൻസ് ഒന്നും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇൻഷുറൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇൻഷുറൻസ് ഡെഫിനിഷൻ: ഇൻഷുറൻസ് ഈസ് എ കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എ സർട്ടൻ റിസ്ക് over a group of persons who are exposed to it by Ghosh and Agarwal. That means, according to Mr. Ghosh and Agarwal, insurance is a cooperative form of distributing a certain risk. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽസിന് ഉണ്ടാവുന്ന റിസ്കിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്തു പോകുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. certain risk over a group of persons who are exposed to it. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽസിനുണ്ടാകും. അപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ഇൻഷുറൻസിന്റെ പ്രൊട്ടക്ഷൻ ഡിമാൻഡ് ചെയ്യുമ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ അവിടെ ഇൻഷുറൻസിന്റെ പ്രൊട്ടക്ഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ 1000 പേര് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടതിൽ 1-2 ആളുകൾക്ക് മാത്രമേ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ ഏതെങ്കിലും അൺസർട്ടനിറ്റീസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു റിസ്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ റിസ്കിനെ ഓവർകം ചെയ്യാൻ ബാക്കിയുള്ള 999 പേര് അല്ലെങ്കിൽ 998 പേരും എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സർട്ടൺ എമൗണ്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. ഇൻഷുറൻസ് ഈസ് എ കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എ സർട്ടൺ റിസ്ക് ഓവർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഹു ആർ എക്സ്പോസ്ഡ് ടു ഇറ്റ് ബൈ മിസ്റ്റർ ഘോഷ് ആൻഡ് അഗർവാൾ. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ടേമിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, മീനിങ് ഓഫ് ഇൻഷുറൻസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻഷുറൻസ്? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് whereby one party agrees for a consideration called premium to indemnify the other against a possible loss, to pay a stated sum of money on the happening of a particular event. നമ്മൾ പറഞ്ഞു 2 പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആ എഗ്രിമെന്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഫാക്ട്? It is a contract whereby one party agrees for consideration called premium. Consideration means എന്താ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. ഇപ്പോൾ ഇവിടെ ഇൻഷുർഡ് ഒരു ഓഫർ കൊടുക്കുന്നു. ആ ഓഫറിലൂടെ ഇൻഷുർഡ് എന്ത് ചെയ്യുന്നു, കൺസിഡറേഷൻ അഥവാ പ്രീമിയം എന്ന പേരിലുള്ള ഒരു സർട്ടൺ എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഇൻഷുറർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നു. ദാറ്റ് മീൻസ് എ കോൺട്രാക്ട് whereby one party, that means insured, agrees for a consideration called premium to indemnify. Indemnify means കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നഷ്ടോത്തരവാദിത്വം. എത്രയാണോ ഇൻഡെംനിറ്റി ഉണ്ടാവുന്നത് അതിന്റെ യഥാർത്ഥത്തിലുള്ള ലോസിനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഇൻഡെംനിഫൈ ചെയ്യാൻ പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻഡെംനിഫൈ ദ അതർ അഗെയിൻസ്റ്റ് എ പോസിബിൾ ലോസ് or to pay a stated sum of money on the happening of a particular event. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇവന്റ് ട്രാൻസാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പീരിയഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എത്രയാണോ ഉണ്ടായിട്ടുള്ള ലോസ് ആ ലോസിനെ എന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കും. ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടായിട്ട് ലോസ് ഉണ്ടാവാം, അപ്പോൾ ആ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നു.
അതല്ലാത്ത കേസിൽ വരുമ്പോൾ എന്താ ചെയ്യുക, ഒരു പെർട്ടിക്കുലർ പീരിയഡിനായിരിക്കും നമ്മൾ ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ പെർട്ടിക്കുലർ പീരിയഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ സർട്ടൺ സം ഓഫ് മണി ഇൻഷുർഡിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള കോൺട്രാക്റ്റിനെ ആണ് ഇൻഷുറൻസ് എന്ന് പറയുക. നെക്സ്റ്റ് ടോപ്പിക്, മീനിങ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫൈനൽ അക്കൗണ്ട് ഓർ അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആണ്. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് by which, അപ്പോൾ എല്ലാ ഇൻഷുറൻസും, that means either life or general insurance, it is a contract. So it is a contract by which insurer means insurance company, in consideration of premium agrees to pay a certain sum of money either on the death of the insured or on the expiry of specified period, whichever happens earlier. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിന് വേണ്ടിയിട്ടാവാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുക. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ എന്താണ്, ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫിനെ ആണ് ഇവിടെ സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഷുർഡിൻ്റെ ദാറ്റ് മീൻസ് സ്പെസിഫൈഡ് പീരിയഡ്, ഒരു സ്പെസിഫൈഡ് പീരിയഡ് അതായത് എക്സ്പയറി ആവുകയോ അഥവാ ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ്, ഒന്നെങ്കിൽ ഇൻഷുർഡിൻ്റെ ഡെത്ത് അല്ലെങ്കിൽ ഇൻഷുർഡിൻ്റെ സ്പെസിഫൈഡ് പീരിയഡ്. അപ്പോൾ നമ്മളൊരു 10 ഇയേഴ്സിന് അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സിന് അല്ലെങ്കിൽ ഒരു 30 ഇയേഴ്സിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോളിസി എടുക്കുന്നതെങ്കിൽ ആ ഒരു സ്പെസിഫൈഡ് പീരിയഡ് കഴിയുമ്പോൾ, ദാറ്റ് മീൻസ് വിച്ച് എവർ ഹാപ്പൺസ് ഏർലിയർ, ഇതിൽ ഏതാണോ ആദ്യം കടന്നു വരുന്നത് ആ സമയത്ത് ഒരു സം ഓഫ് മണി, അപ്പോൾ അയാൾ ക്ലെയിം ഇത്ര ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ആ ഡിമാൻഡ് ചെയ്തിട്ടുള്ള സർട്ടൺ സം ഓഫ് മണി, ആ സം ഓഫ് മണിക്കാണ് ക്ലെയിം എന്ന് പറയുക. അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുർഡ് പ്രീമിയം അടക്കുമ്പോൾ ഡെത്ത് അല്ലെങ്കിൽ എക്സ്പയറി പീരിയഡ് കടന്നു വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഈ കറക്റ്റ് ചെയ്ത പ്രീമിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ഇൻഷുർഡിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടിനെ ആണ് ക്ലെയിം എന്ന് പറയുക. ദാറ്റ് മീൻസ് എ സം ഓഫ് മണി. അപ്പോൾ ആ സം ഓഫ് മണി എന്ത് ചെയ്യുന്നു, ഈ പ്രീമിയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഈ സ്പെസിഫൈഡ് കോൺട്രാക്റ്റിനെ ആണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബൈ വിച്ച് ഇൻഷുറർ ഇൻ കൺസിഡറേഷൻ ഓഫ് പ്രീമിയം, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംതിങ് ഇൻ റിട്ടേൺ, ദാറ്റ് മീൻസ് ഇൻഷുർഡ് റിട്ടേൺ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് പ്രീമിയം എന്ന് പറയുന്നത്. then agrees to pay a certain sum of money either on the death of the insured or on the expiry of specified period whichever happens earlier. ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഇൻഷുറൻസ് കമ്പനി ഈ പറയുന്ന ക്ലെയിം എമൗണ്ട് അല്ലെങ്കിൽ ആ സം എമൗണ്ട് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റിനെ ആണ് എന്ത് പറയുക, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, parties and terms of insurance, both life and general insurance. First one, insured, then insurer, beneficiary, insurance policy, premium and indemnity. First three parties of insurance, then remaining 3 parts, terms of insurance. Okay, who is the insured? The person seeking some surety against possible loss, he is called insured. Insurer, the person contracting to indemnify against loss. Then third one, beneficiary, the person to whom the indemnity is paid. It may be insured or third party. ഇപ്പോൾ വെഹിക്കിളിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വെഹിക്കിൾ ആക്സിഡൻറ്റ് വിധേയമായാൽ തേർഡ് പാർട്ടിക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടുത്തെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇൻഷുർഡ് അല്ല. അപ്പോൾ എൻ്റെ വെഹിക്കിൾ ഞാൻ ഇൻഷുറൻസിന് വിധേയമാക്കിയാൽ വെഹിക്കിൾ നമ്മുടെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് ആക്സിഡൻ്റ് ആയാൽ തേർഡ് പാർട്ടീസിന് ഇഞ്ചുറി ഉണ്ടായാൽ ആ ഇഞ്ചുറി എന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ തേർഡ് പാർട്ടീൻ്റെ വെഹിക്കിളിന് ലോസ് ഉണ്ടായാൽ അതിനെന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇൻഷുർഡ് ആയ എനിക്കല്ല കിട്ടുക, ആർക്കാ കിട്ടുക, തേർഡ് പാർട്ടീസിനാണ്. അതാണ് ഇവിടുത്തെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. The person to whom the indemnity is paid. Then terms of insurance, first one, insurance policy.
ദ റിട്ടൺ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. നമ്മൾ പറഞ്ഞു ഒരു അഗ്രിമെന്റ് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അഗ്രിമെന്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് റിട്ടൺ ഫോർമാറ്റിൽ തയ്യാറാക്കുന്നു. അപ്പോൾ ഓഫറർ പറയുന്ന പാർട്ട്, അതുപോലെ ഓഫറി പറയുന്ന ടേംസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇൻഷുറൻസ് പോളിസി. സോ ദ റിട്ടൺ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. ദെൻ പ്രീമിയം, ദ പ്രൈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ്. അപ്പോൾ ഇൻഷുർഡ് പേയ്മെന്റ് നടത്തുന്ന സർട്ടൺ എമൗണ്ട് ആണ് ഏത്? പ്രീമിയം ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദർ അഗ്രിമെന്റ്. ദെൻ ഇൻഡെംനിറ്റി, the amount paid when the loss has been incurred. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഡെംനിഫൈ ചെയ്യുക. അപ്പോൾ ലോസ് ഉണ്ടായാൽ ആ ലോസിന് ഓവർകം ചെയ്യാനുള്ള സർട്ടൺ എമൗണ്ട്, എ സം ഓഫ് മണി അല്ലെങ്കിൽ ക്ലെയിം ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ എമൗണ്ട് പെയ്ഡ് വെൻ ലോസ് ഹാസ് ബീൻ ഇൻകേർഡ്. എത്രയാണോ ലോസ് ഉണ്ടായത് ആ ലോസിനെ ഓവർകം ചെയ്യാനുള്ള ഒരു സം ഓഫ് മണി ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ഇൻഡെംനിറ്റി എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലോസ് compensate ചെയ്തു പോകുന്നു. Okay, these are the parties and terms of insurance, both life and general.